ഇത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ബിൽഡിംഗും ഇൻഷുറൻസ് ഉണ്ട്, സ്റ്റോക്കിന് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ഇത് ഉടൻ തന്നെ നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കിയിട്ട് 45,000 ഉദ്ദേശം. ഇത് നമുക്ക് DNO ലൈസൻസ് ഉള്ളതാണ്, എല്ലാ ഫയർ ഫൈറ്റിംഗ് എക്വിപ്മെൻറ്റും ഉള്ള സാധനമാണ്, വെയർ ഹൗസാണ്. പക്ഷേ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു 26 വെയർ ഹൗസസ് ആണ് മൊത്തം സ്റ്റേറ്റിലുള്ളത്. ഇന്ന് തന്നെ ഇപ്പോൾ ഞാൻ ഫയർ DGP ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മളൊരു എല്ലാ വെയർ ഹൗസിൽ വെച്ച് ഒരു ഫയർ ഓഡിറ്റ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന എക്സ്ട്രാ പ്രിക്കോഷൻസ് നമ്മൾ ഉടൻ തന്നെ നടപ്പിലാക്കും. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഈ 10 കോടി രൂപയുടെ നഷ്ടമാണ് ഈ പുളിക്കീഴ് ബെവ്കോ ഗോഡൌണിലെ തീപിടുത്തത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബെവ്കോ MD അറിയിച്ചിരിക്കുന്നത് ഒരു ഫയർ ഓഡിറ്റിംഗ് നടത്താൻ പോകുന്നു എന്നതാണ്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഹർഷിത അട്ടല്ലൂരി വ്യക്തമാക്കുന്നത്? നീലിമ, ഇന്ന് ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരി അല്പസമയം മുമ്പ് ഈ സംഭവസ്ഥലം സന്ദർശിച്ച ശേഷമാണ് ഏകദേശ കണക്ക് വിവരം അവർ പറഞ്ഞത്. 5 കോടിക്കും 10 കോടിക്കും ഇടയിലുള്ള നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏകദേശ കണക്ക്. കൃത്യമായ കണക്ക് ഇനി വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സംവിധാനങ്ങളുള്ള ഗോഡൌണിൽ ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത്. ബെവ്കോയുടെ ഔട്ട്ലെറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഒപ്പം ഗോഡൌൺ ഉണ്ട്, ജവാൻ മദ്യനിർമ്മാണശാല പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ രീതിയിൽ മദ്യസംഭരണശാല പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് തീ പടർന്നു പിടിക്കുകയും വലിയ അഗ്നിബാധ ഉണ്ടാവുകയും ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയും ഒക്കെ ചെയ്തത്. 15 ബെവ്കോ ഔട്ട്ലെറ്റുകളിലേക്കുള്ള മദ്യമാണ് പുളിക്കീഴ് ബെവ്കോ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി ഉന്നതതല അന്വേഷണം നടത്തുമെന്നാണ് എക്സൈസും വിശദമാക്കിയിരിക്കുന്നത്. ഗോഡൌൺ കത്തിയതോടെ ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങളുടെ കണക്കെടുപ്പാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. അത് ഏകദേശ കണക്ക് എത്രത്തോളം ഉണ്ടെന്ന് ബെവ്കോ MD തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. 10 കോടിയുടെ അടുത്ത് നഷ്ടം ഉണ്ടായിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ കൃത്യമായ കണക്ക് കണ്ടെത്തുന്നതിനുള്ള വിലയിരുത്തലുകളാണ് ഇനിയുള്ള ഘട്ടത്തിൽ ഉണ്ടാവുക. 45,000 മുതൽ 75,000 വരെ കേസ് മദ്യം പൂർണ്ണമായും കത്തി നശിച്ചു. ഇത് പൊട്ടി മദ്യക്കുപ്പികളിലേക്ക് തീ പടർന്ന് അത് വലിയ പൊട്ടിത്തെറിയായി സമീപ പ്രദേശങ്ങളിലേക്കെല്ലാം വ്യാപിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 8 മണിയോടെ. പിന്നെ ഈ സമയത്ത് സ്ഥലത്ത് ജീവനക്കാരും ഉണ്ടായിരുന്നു. ജീവനക്കാർ ഈ മദ്യസംഭരണശാലയുടെ ഉള്ളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. പുറത്തേക്ക് ജവാൻ മദ്യം നിർമ്മിക്കുന്ന ഫാക്ടറിയിലേക്ക് തീ പടർന്നു പിടിക്കാതെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതും വലിയ ആളപായം ഉണ്ടാകുന്ന വലിയൊരു അപകടം ഒഴിവാക്കാൻ സാധ്യമായി. ഈ ഭാഗത്ത് ചില വെൽഡിംഗ് ജോലികൾ നടക്കുന്നുണ്ടായിരുന്നു ഈ മദ്യസംഭരണശാലയോട് അനുബന്ധിച്ചിട്ടുള്ള ചില ഭാഗങ്ങളിൽ. അവിടെ നിന്നും തീ പടർന്നതായിരിക്കാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. ഇനി എങ്ങനെയാണ് തീ പടർന്നത്, ഒപ്പം തന്നെ ഈ മദ്യത്തിന്റെ ശരിയായ കൃത്യമായ കണക്കുകൾ കണ്ടെത്തുന്നതിനുള്ള വിലയിരുത്തലുകൾ, ഇതൊക്കെയാണ് ഇനി നടത്താനുള്ളത്. ഓക്കെ മിഥുൻ, പത്തനംതിട്ട തിരുവല്ല പുളിക്കീഴ് ബെവ്കോ ഗോഡൌണിലെ തീപിടുത്തത്തിൽ 10 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരി വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് മിഥുൻ നൽകിയത്.